ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ വൃത്തിയില്ലാത്ത അടുക്കളയിൽ നിന്നുകൊണ്ട് ഒരു മന്തി ഉണ്ടാക്കി കഴിക്കാൻ പോവാം. അപ്പോൾ അതിനാർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് നല്ല രീതിയിൽ കമൻറ്റ് ചെയ്തോളൂ. ഞങ്ങൾ പ്രതികരിക്കാൻ പോകുന്നില്ല. ഞാൻ എന്തായാലും ഞങ്ങളുടെ അടുക്കളയും ചുറ്റുപാടും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മളുടെ വീട് ചിലപ്പോൾ ചെറുതായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാകത്തില്ല. നമ്മൾ ഓരോരുത്തരും ജീവിച്ചു വരുന്ന ജീവിത സാഹചര്യവും നമ്മുടെ ചുറ്റുപാടും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. പക്ഷേ ലോകത്തിൻ്റെ ഏതോ കോണിലിരുന്നുകൊണ്ട് നമ്മളുടെ വീഡിയോ മൊബൈലിലൂടെ മാത്രം കണ്ടിട്ട് നമ്മൾ വൃത്തിയില്ലാതെ ജീവിക്കുന്ന കൂട്ടരാണ്, നമ്മളിങ്ങനെയാണ് ജീവിക്കുന്നത്, ആക്രി പാത്രത്തിലാണ് കറി വയ്ക്കുന്നതെന്നൊക്കെ പറയുന്ന സാധാരണ പ്രേക്ഷകരുടെ അടുത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്, മറ്റുള്ളവരുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കാൻ പഠിക്കണം. അല്ലാതെ വായി തോന്നുന്ന എന്തും വിളിച്ചു പറയാം എന്നുള്ളൊരു മനോഭാവം എടുത്ത് മാറ്റിക്കളഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഈ മോശമായിട്ടുള്ള കമൻറ്റുകൾക്കൊക്കെ ഞങ്ങൾ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ. പക്ഷേ ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടെന്നും ഇതൊക്കെ എങ്ങനെയാണ് ഓരോരുത്തരുടെ മാനസിക നിലയെ ബാധിക്കുന്നതെന്നും മറ്റുള്ള ജനങ്ങളെ കൂടി അറിയിക്കണമെന്നുള്ളൊരു ചിന്ത ഉണ്ടായതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഞങ്ങളുടെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മളുടെ പൈസയോ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടോ കണ്ടിട്ടായിരിക്കരുത് നമ്മളുടെ വീഡിയോ കാണേണ്ടത്. ഞങ്ങളെന്താണോ, ഞങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അത് പച്ചയായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വീഡിയോ ഇട്ടുകൊണ്ട് അരി വാങ്ങിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നൊക്കെ പറയാനായിട്ട് നമ്മുടെ അക്കൗണ്ട് ഇതുവരെ മോണറ്റൈസ് ആയിട്ടില്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്തുനിന്ന് അരി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ കഴിവാണെന്നും മനസ്സിലാക്കണം. ഈ മൊബൈലിലൂടെ കണ്ടിട്ട് ഒരു പ്രൊഫൈൽ പിക്ചർ പോലും ഇല്ലാതെ യൂട്യൂബ് ആയതുകൊണ്ട് തിരിച്ച് കമൻറ്റോ അല്ലെങ്കിൽ തിരിച്ച് മെസ്സേജോ ഒന്നും ചെല്ലില്ല എന്ന് ഉറപ്പുണ്ടായതുകൊണ്ടും വീട്ടിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് പ്രതികരിക്കുന്നിരിക്കുന്നിടത്ത് ഞങ്ങൾക്കൊന്നും പറയാനില്ല. അതാണ്ട് ഇതാണ് നമ്മളെ അടുക്കളയും പരിസരമൊക്കെ. ഇതിൻ്റെ പണിയൊന്നും സത്യത്തിൽ തീർന്നിട്ടില്ല. അതാണ്ട് ഇതൊക്കെ പൂശാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകൾ മാത്രമാണ് നമ്മുടെ വീട്ടിനുള്ളത്. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ നല്ല വൃത്തിയിലും നല്ല രീതിയിലുമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇതിന് വൃത്തിയില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതാണ്ട് ഇതാണ് വാഷ് ബേസിൻ. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട വാഷ് ബേസിൻ ഇതാണ്. നിങ്ങൾക്ക് വേണേൽ പറയുമായിരിക്കും ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളിതെല്ലാം വൃത്തിയാക്കിയിട്ടാണെന്ന്. അങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല. കാരണം എന്ത് നല്ലത് ചെയ്താലും മോശം പറയാനായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുള്ളത്തോളം കാലം നമുക്കിതൊക്കെ കേട്ടോണ്ടിരിക്കാനേ പറ്റൂ. പക്ഷേ ഞങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് ആവശ്യമായി തോന്നിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഒരുപാടധികം കമൻറ്റുകൾ വരുന്നുണ്ട്. എല്ലാത്തിനും മറുപടി നൽകാനായിട്ടുള്ള സമയവും സാഹചര്യവും ഇല്ലാത്തതുകൊണ്ട് ഈ വീഡിയോ കണ്ട് ഈ കമൻറ്റ് ഇട്ടവരെല്ലാവരും തൃപ്തിപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് മന്തി എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് കഴിച്ചു വെക്കാൻ പോവാണ്. കുറ്റം പറയുന്നവരൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അല്ലേ? എന്തുവാ, ഓക്കെ അല്ലേ? നമ്മുടെ സംഭവം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും കൂടി കഴിക്കാൻ പോവാം. ഇനി ഞങ്ങളുടെ ഒരു അനിയത്തി കൊച്ചും കൂടി ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ എന്നുള്ളത് വെച്ചിട്ട് ഞങ്ങൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചു. അതാണ്ട് ഈ നിൽക്കുന്ന ആളാണ് കേട്ടോ നമ്മുടെ അനിയത്തി എന്ന് പറഞ്ഞത്. നമ്മൾ ഇതെന്തായാലും പുള്ളിക്കാരത്തേക്ക് കൊടുത്തിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് അഭിപ്രായം എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അമ്മ ഇവിടെ നിന്ന് ഞങ്ങളുടെ കൊച്ചിനെ കളിപ്പിക്കുന്ന സൗണ്ടൊക്കെ ഇതിൽ കേൾക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾ അതൊക്കെ ഒന്ന് സഹകരിച്ചേക്കണം. ഇനി അതിന് കുറ്റമൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. ഞങ്ങൾ ഈ വീട്ടിലിങ്ങനെ കൊച്ചുങ്ങളെ വളർക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. നിങ്ങളെ വീട്ടിൽ വല്ലതും പ്രത്യേക സൗണ്ട് വല്ലതും ഉണ്ടാക്കിയിട്ടായിരിക്കും. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ അനിയത്തി കൊച്ചിന് കാണാൻ മന്തി കൊടുത്തിട്ട് അതിൻ്റെ അഭിപ്രായം ചോദിക്കാൻ പോട്ടെ. കഴിച്ചിട്ട് വേഗം പറയൂ. കഴിച്ചു. നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലുള്ള എല്ലാ സൈഡ് ഡിഷസും കൂടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് പറയാം. എല്ലാം കൂട്ടി കഴിക്കണേ. എല്ലാം കൂട്ടി ചിക്കനും മയണൈസും എല്ലാം കൂടി കൂട്ടി നോക്കിയിട്ട് പറയൂ. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? നമ്മൾ കടയിൽ കഴിക്കുന്ന പോലെയല്ലേ? ഇത് ഞങ്ങൾ പറഞ്ഞു പറയിപ്പിക്കുന്നതാണെന്നും കമന്റ് വരും. അല്ല, എന്നാലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ സന്തോഷമായിട്ട് ഈ ദിവസം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കാണാം. നമ്മുടെ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് വേറൊരാളൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ കൂടി നമുക്ക് ചോദിച്ചിട്ട് എങ്ങനെയാന്ന് പറയാം. നീ കഴിച്ചില്ലല്ലോ.
ഒന്നുകൂടി കഴിച്ചേ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ട എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് തുടർന്നും സപ്പോർട്ട് ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.